ഹായ്, എയ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അധ്യാപകനാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് LP UP അതുപോലെ തന്നെ കേരള PSC നടത്തുന്ന എല്ലാ എക്സാമിനും ജനറൽ PSCക്കും എല്ലാത്തിനും ഉപകാരപ്രദമായ NCERT കണ്ടൻ്റാണ്. കുട്ടികളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായി എയ്സ് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുകയാണ്. NCERT 10ാം ക്ലാസ്സിൻ്റെ ഗ്രാമർ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ഗുണകരമായ രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ സീരീസ് ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇത് ഒന്നാമത്തെ സീരീസിലെ ഒന്നാമത്തെ ഭാഗമാണ്. അത് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാഠപുസ്തകത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ സീരീസ് ആയിട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സീരീസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് മന്ത്ലി സീരീസാണ്. അപ്പോൾ മുടങ്ങാതെ എല്ലാ കുട്ടികളും കാണുകയും അതുപോലെ തന്നെ ഇതിനെന്ത് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. ലെറ്റസ് ഗോ ടു ദ ടോപ്പിക്. നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കുക. നിങ്ങൾ ഒന്നാമതായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമതായിട്ട് നമുക്ക് വരുന്നത് ഇഡിയംസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇഡിയംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 ഇഡിയംസ് ആണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. 12 ഇഡിയംസ് ആണ്. ഈ 12 ഇഡിയംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള PSC എഴുതുന്ന എല്ലാ മക്കൾക്കും, അതുപോലെ തന്നെ LP UP ജനറൽ PSC എല്ലാ എക്സാമിനും. രണ്ടാമതായി ഇതിൽ വരുന്നത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൻ്റെ പ്രത്യേകത ഇവിടെ വെറൈറ്റി ആയ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ നമ്മൾ കാണുന്ന പോലെയല്ല. NCERTൻ്റെ പുസ്തകത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. യെസ്, അടുത്തതായിട്ട് വൊക്കാബുലറി സെക്ഷനാണ്. വൊക്കാബുലറി സെക്ഷനിൽ 3 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 3 കോണ്ടൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഒന്ന് മാച്ച് ദ ഫോളോയിങ് ആണ്, രണ്ടാമതായിട്ട് സിനണിംസ് ആണ്, മൂന്നാമതായിട്ട് കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. യെസ്, നോക്കാം നമുക്ക്. ഒന്നാമതായിട്ട് സെക്ഷനിൽ വരുന്നത് ഇഡിയം ടേക്കൺ ഫ്രം ദി NCERT 10th സ്റ്റാൻഡേർഡ് എന്ന് സെപ്പറേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യെസ്, ചോക്ക് ആൻഡ് ചീസ്. വൈരുദ്ധ്യമായ ഘടകവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ചോക്ക് ആൻഡ് ചീസ് എന്നത്. മീൻസ് ദാറ്റ് 2 people or things are completely different from each other. It is a popular idiom, especially in British English. എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഇഡിയമാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. Used to show an extreme contrast, much like saying night and day. നമ്മൾ പറയാറുണ്ട് രാവും പകലും പോലെ. എന്താ രാവും പകലും എന്ന് പറഞ്ഞ അർത്ഥം? രണ്ടും ഘടക വിരുദ്ധമായ കാര്യങ്ങളാണ് അല്ലേ, രാവും പകലും. അപ്പോൾ ചോക്ക് ആൻഡ് ചീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇഡിയമാണ്. ലേൺ ബൈ ഹാർട്ട്. എന്ത് ചെയ്യാം, നമ്മളിത് ബൈ ഹാർട്ട് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ദോ, എങ്കിൽ പോലും, ദേ ആർ ട്വിൻസ്, അവർ രണ്ടുപേരും ഇരട്ടകളാണ്. ദെയർ പേഴ്സണാലിറ്റീസ് ആർ ലൈക്ക് ചോക്ക് ആൻഡ് ചീസ്. പക്ഷെ അവരുടെ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ സ്വഭാവ രീതികൾ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. രാവും പകലും പോലെയാണ്. ഒരാളുടെ രീതിയല്ല മറ്റൊരാളുടെ രീതി. യെസ്, അവിടെ നമ്മൾ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, മൈ ഓൾഡ് ജോബ് ആൻഡ് ന്യൂ ജോബ്. എൻ്റെ പഴയ ജോലിയും പുതിയ ജോലിയും ആർ ചോക്ക് ആൻഡ് ചീസ്. എന്താ, രണ്ടും ആദ്യം ചെയ്ത ജോലിയും രണ്ടാമത് ചെയ്ത ജോലിയും രണ്ടും ഘടകവിരുദ്ധമാണ് എന്നർത്ഥം. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേൺ ബൈ ഹാർട്ട്. എന്താ നമ്മൾ ഹൃദയസ്ഥമാക്കേണ്ടത്, ചോക്ക് ആൻഡ് ചീസ്. രണ്ടാമത്തെ ഇഡിയം എന്താണ്, എഗ് ഓൺ വൺസ് ഫേസ്. ഒരുപക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ഫയലുകൾ പരിശോധിച്ചാൽ ഇത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. എഗ് ഓൺ വൺസ് ഫേസ്. ബി എംബരാസ്ഡ് ഓർ ഫൂളിഷ് എന്നാണ്. മലയാളം പറഞ്ഞാൽ ഇളിഭ്യനാവുക എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ കൊടുത്ത അതിൽ നിന്ന് തന്നെ നമുക്കൊരു മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. എന്താണ് അഡീഷണൽ ആയി കിട്ടുക നോക്കൂ, എംബരാസ്ഡ്. ഇവിടെ സ്പെല്ലിങ് ചോദിക്കുന്ന ഒരു വാക്കും കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡിയത്തിൽ ആ വേർഡ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എംബരാസ്ഡ് എന്നാണ്. EMBARRASSED എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഇളിഭ്യനായി മാറുക എന്ന അർത്ഥം വരുന്ന ഒരു ഇഡിയമാണ്
NCERT പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എഗ് ഓൺ വൺസ് ഫേസ് എന്ന. എക്സാമ്പിൾ എന്താ? He ended up egg on his face after bragging that he would easily win the race എന്നാണ്. win the race എന്നാണ് വേണ്ടത്, വിത്തല്ല, win the race. മത്സരത്തിൽ ഞാൻ ഈസിയായി ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിച്ച പോലെ അതിൻ്റെ ഫലം ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ചമ്മലുണ്ടാകും, അല്ലെ? നാടൻ ഭാഷ പറഞ്ഞാൽ ചമ്മലുണ്ടാകും, എളുഭ്യനാവുക. അതാണ് ഏതിൻ്റെ അർത്ഥം? എഗ് ഓൺ വൺസ് ഫേസ് എന്നത്. മൂന്നാമത്തെ ഇഡിയം എന്താ? ബട്ടർ സംവൺ അപ്പ് എന്നാണ്. ബട്ടർ സംവൺ അപ്പ് എന്നാണ്. ടു ഇംപ്രസ് സംവൺ വിത്ത് ഫ്ലാറ്ററി എന്നാണ്. അതായത് മറ്റുള്ളവരെ സ്തുതിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പ്രശംസിച്ചുകൊണ്ട്, മണിയടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കാര്യം നേടുക എന്നാണ്. ടു ചാം ഓർ പ്രൈസ്, അനദർ മീനിങ് ആണ് കേട്ടോ. ടു ചാം ഓർ പ്രൈസ് സംവൺ വിത്ത് എ ലോട്ട് ഓഫ് ഫേക്ക് ഓർ ഹെവി കോംപ്ലിമെന്റ്സ് എന്നാണ്. അപ്പൊ നോക്കൂ, അതിന് എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹി ട്രൈഡ് ടു ബട്ടർ അപ്പ് ഹിസ് ബോസ് ടു ഗെറ്റ് എ റേസ്. സാലറിയിൽ വർധനവുണ്ടാകാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? തൻ്റെ ബോസിനെ മണിയടിച്ചു എന്നാണ്. യെസ്, ബട്ടർ സംവൺ അപ്പ് എന്നാണ്. ഇവിടെ നോക്കി, ബട്ടർ അപ്പ് ഹിസ് ബോസ്. ഈ സംവൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹിയർ ഹിസ് ബോസ് എന്നാണ്. ദെൻ സെക്കൻഡ് വൺ, എ സ്റ്റുഡൻറ് ട്രൈഡ് ടു ബട്ടർ ദ ടീച്ചർ അപ്പ്. എന്താ ചെയ്തു? അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സ്വാധീനിക്കാൻ വേണ്ടി കുട്ടി ശ്രമിച്ചു. എങ്ങനെ ശ്രമിച്ചു എന്നാണ്? യെസ്, അവരെ പുകഴ്ത്തിക്കൊണ്ട്, അവരെ പ്രശംസിച്ചുകൊണ്ട് ശ്രമിച്ചു എന്നാണ്. അപ്പൊ മൂന്നാമത്തെ ഇഡിയം എന്താ? ബട്ടർ സംവൺ അപ്പ് എന്നാണ്. ദെൻ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ എക്സാമിലെല്ലാം നമ്മൾ ഓപ്ഷൻസിൽ വന്നിട്ടുള്ളൊരു സാധനമാണ്. ബ്രേക്ക് ദ ഐസ് എന്നാണ്. ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞുരുകുക എന്നാണ്, അല്ലെ? മഞ്ഞുരുകുക, അതായത് കുറെ കാലങ്ങളായിട്ട് പരിഭവിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ ആ പിണക്കം എന്ത് ചെയ്യുന്നു? ഇല്ലാതാകുന്നു എന്നാണ്. യെസ്, ടു എൻഡ് എ കോൺഫ്ലിക്റ്റ് ഓർ കെമൻസ് എ ഫ്രണ്ട്ഷിപ്പ്. കെമൻസ് മീൻസ് സ്റ്റാർട്ട് എന്നാണ്, അല്ലെ? സൗഹൃദത്തിലാവുക, പൂർവ്വസ്ഥിതിയിലാവുക, മഞ്ഞുരുകുക എന്നാണ്. യെസ്, അതിന് എക്സാമ്പിൾ എന്താ? ഐ ട്രൈഡ് ടു ബ്രേക്ക് ദ ഐസ് ബൈ ടോക്കിംഗ് ടു ദ പീപ്പിൾ നെക്സ്റ്റ് ടു മീ അബൌട്ട് ദ വെദർ. അപ്പോൾ ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കുന്നു, ആ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സംഭാഷണം ആരംഭിക്കും. അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? യെസ്, ആ പിണക്കം തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. യെസ്, ബ്രേക്ക് ദ ഐസ് എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് NCERT. ദെൻ അനദർ എക്സാമ്പിൾ ഫോർ യു, ബ്രേക്ക് ദ ഐസ് with tea or coffee and get to know your client a little better. കാപ്പിയോ ചായയൊക്കെ കുടിച്ചുകൊണ്ട്, ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹ സംഭാഷണത്തിലേക്ക് ഏർപ്പെടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നിലവിലുള്ള ആ ഒരു കലഹം എന്ത് ചെയ്യുന്നു? നമ്മൾ യെസ് കോംപ്രമൈസ് ചെയ്യുന്നു, പരിഹരിക്കുന്നു എന്നാണ്. അപ്പോൾ 12 ഇഡിയംസ് ആണ് നമുക്കുള്ളത്. അതിൽ നാലാമത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നെല്ലാം എക്സാമിന് വരാനുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. യെസ്, കോൾ ദ ഷോട്ട്സ് എന്നാണ്. കോൾ ദ ഷോട്ട്സ്. ടു ബി ഇൻ ദി പൊസിഷൻ ഓഫ് ബീയിങ് ഏബിൾ ടു. യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു 6 ആവശ്യമില്ല, അത് പ്രിന്റിങ്ങിൽ വന്ന ഒരു കറക്ഷനാണ്. യെസ്, കോൾ ദ ഷോട്ട്സ് എന്നാണ്. SHOTS. Call the shots. To be in the position of being able to make the decision that will influence a situation. യെസ്, ഉചിതമായ തീരുമാനമെടുക്കുക, സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള കഴിവ്. യെസ്, യു ആർ ദ ബോസ് ഹിയർ. നീയാണ് ഇവിടുത്തെ ബോസ്. യു ആർ ദ ബോസ് ഹിയർ. HERE. യു ആർ ദ ബോസ് ഹിയർ. യു ഗെറ്റ് ടു കോൾ ദ ഷോട്ട്സ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനമെടുക്കാൻ പറ്റും. ഇൻ അവർ ഹൗസ്, നമ്മുടെ വീട്ടിൽ മം കോൾ ദ ഷോട്ട്സ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതായിരിക്കുക അമ്മയാണ് എടുക്കുക. ചില വീടുകൾ അങ്ങനെയാണ്, അല്ലെ? യെസ്, അപ്പൊ നോക്കുക, യെസ് എന്ത് പറഞ്ഞാലും അവസാന ഡിസിഷൻ ആർക്കാണ്? അമ്മയ്ക്കാണ്. അപ്പൊ കോൾ ദ ഷോട്ട്സ് മീൻസ് ടു ബി ഇൻ ദി പൊസിഷൻ ഓഫ് ബീയിങ് ഏബിൾ ടു മേക്ക് ദ സിറ്റുവേഷൻസ് ഓർ ഡിസിഷൻസ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ്, അല്ലെ? സ്വാധീനിക്കാൻ കഴിവുള്ള തീരുമാനമെടുക്കുക, സാഹചര്യത്തിനനുസരിച്ച തീരുമാനമെടുക്കുക. ആറാമത്തത് ഐസിങ് ഓൺ ദ കേക്ക്. ഇത് സാധാരണ കേരള സിലബസിലുള്ളതാണ്, SCERT പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് NCERT-യിലുണ്ട്, SCERT-യിലുണ്ട്.
യെസ് ആൻ എക്സ്ട്രാ ഗുഡ് തിങ് ദാറ്റ് മേക്സ് എ ഗുഡ് സിറ്റുവേഷൻ ഈവൺ ബെറ്റർ. എന്താ? നിലവിലുള്ളതിനും പുറമെ അധികമായി കിട്ടുക. നമ്മൾ വിജയിക്കുക, ആ വിജയത്തിൻ്റെ ഒന്നിച്ച് നമുക്ക് അഡീഷണൽ ക്യാഷ് പ്രൈസോ പ്രശംസയോ ഒക്കെ കിട്ടുക, അങ്ങനെയുള്ള ഒരു സാഹചര്യം. അതാണ് ഐസിങ് ഓൺ ദ കേക്ക്. ദ ഹോട്ടൽ, നമ്മൾ ഹോട്ടൽ എന്ന് ഉച്ചരിക്കും അല്ലേ, ഹോട്ടൽ. പക്ഷെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ എന്താ? ഒറ്റയിൽ എന്നാണോ അല്ലെ? ഒറ്റയിൽ എന്നാണ് പണ്ട് കാലത്ത് നമ്മൾ ഉച്ചരിച്ചത്, ഒറ്റയിൽ എന്നാണ്. ഒറ്റയിൽ ശരിക്കും ഹോട്ടൽ എന്ന് പറയാറില്ല. പക്ഷേ ആധുനിക ഇംഗ്ലീഷിൽ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ഒറ്റയിൽ എന്നും ഉച്ചരിക്കാം, ഹോട്ടൽ. പക്ഷെ ഒറ്റയിൽ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ മുൻപിൽ നമ്മൾ ചേർക്കുന്ന ആർട്ടിക്കിൾ ആൻ എന്നാണ് അല്ലെ. അതേപോലെ വരുന്ന വേറൊരു വേർഡാണ് ഇത്, HISTORY. പലരും ഹിസ്റ്ററി എന്ന് ഉച്ചരിക്കും. ശരിക്കും അതിൽ ഉച്ചാരണം എന്താ? പഴയ കാലത്ത് ഹിസ്റ്ററി എന്നാണ്. ഹിസ്റ്ററി അല്ലെ, യെസ് ഹിസ്റ്ററി. അതേപോലെ വരുന്നൊരു വേർഡാണിത്. അപ്പോൾ ദി ഹോട്ടൽ റൂം വാസ് വണ്ടർഫുൾ ആൻഡ് ദ ഓഷ്യൻ വ്യൂ വാസ് ദ ഐസിങ് ഓൺ ദ കേക്ക്. ഹോട്ടൽ മുറി തന്നെ വളരെ മനോഹരമായിരുന്നു. പക്ഷെ അവിടെ വെച്ചിട്ടുള്ള ആ സമുദ്രത്തിലേക്കുള്ള ദൃശ്യം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും മനോഹരമായിരുന്നു. യെസ്, ഐസിങ് ഓൺ ദ കേക്ക്. ദെൻ വിന്നിങ് ദ ഫുട്ബോൾ മാച്ച് വാസ് അമേസിങ് ബട്ട് സ്കോറിംഗ് ദ വിന്നിങ് ഗോൾ ഇൻ ദി ലാസ്റ്റ് മിനിറ്റ് വാസ് ദ ഐസിങ് ഓൺ ദ കേക്ക്. മത്സരം വിജയിക്കുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ഒന്നിച്ച് അവസാന നിമിഷത്തിൽ ഒരു ഗോൾ കൂടി അടിക്കാൻ സാധിച്ചു എന്നത് എന്താണ്? യെസ്, ഐസിങ് ഓൺ ദ കേക്ക്. 6th വൺ എന്താ? ഇതെല്ലാം കേരള PSC എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം പരിചയമുള്ള ഒന്നാണ്. ഇത് PYQ ആണ്, NCERTൻ്റെ പുസ്തകത്തിലുണ്ടെന്നാണ് 10ാം ക്ലാസ്സിലിട്ട്. എന്താ? ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ്, ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്രയാ? 12 ആണ് അല്ലേ, 12. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? എ ബേക്കേഴ്സ് ഡസൻ എന്നാണ്. ബേക്കേഴ്സ് ഡസൻ വിച്ച് മീൻസ് 13 എന്നാണ്. 12 + 1 അതാണ്. അപ്പോൾ സ്വാഭാവികമായും എ ബേക്കേഴ്സ് ഡസൻ മീൻസ് 13 ഐറ്റംസ്. അതിൽ എത്ര എണ്ണം ഉണ്ടാവും? 13 സാധനം. ഡസൻ എന്ന് പറയുമ്പോൾ 12 എണ്ണം ഉണ്ടാവുക. പക്ഷെ ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുമ്പോൾ അഡീഷണൽ ഒന്നുകൂടി വന്നു. യെസ്, ഓൾദോ എ നോർമൽ ഡസൻ ഈസ് 12, ബേക്കേഴ്സ് ട്രഡീഷണലി ആഡഡ് 1 extra item making it 13 to avoid selling under weight goods. യെസ്, സ്വാഭാവികമായും പണ്ട് കാലത്ത് സാധനത്തിൽ അളവ് തൂക്കത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ പണിഷ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പണിഷ്മെന്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കറിക്കാരൊക്കെ എന്ത് ചെയ്യും? 12 എണ്ണം ആവശ്യപ്പെട്ടാൽ 13 എണ്ണം കൊടുക്കും. അപ്പോൾ എന്താ? അതിലെന്തെങ്കിലും ഒരു നേരിയ കുറവ് വന്നാൽ അഡീഷണൽ എന്ന അർത്ഥത്തിൽ എന്ത് വന്നു? ഒന്നുകൂടി വന്നു. സോ അതുകൊണ്ടാണ് എന്തായി മാറിയത്? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ബേക്കേഴ്സ് ഡസൻ. യെസ്, വി ഓർഡേർഡ് എ ഡസൻ കുക്കീസ് ബട്ട് ദ ഷോപ്പ് ഗെയ്വ് അസ് എ ബേക്കർ. 12 എണ്ണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്, പക്ഷെ ബേക്കറിക്കാരൻ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി അഡീഷണൽ തന്നു. സോ ഇറ്റ് ബിക്കംസ് 13. അതാണ് അതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ദ ബേക്കർ ഗെയ്വ് മീ എ ബേക്കേഴ്സ് ഡസൻ ഓഫ് ബൺസ് സോ ഐ ഗോട്ട് 13 ഇൻസ്റ്റെഡ് ഓഫ് 12. 12 എണ്ണം ഞങ്ങൾക്ക് കിട്ടേണ്ടതിന് പകരം എത്ര പെന്നുകൾ കിട്ടി? 13 എണ്ണം കിട്ടി എന്നുള്ളതാണ്. യെസ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പഠിച്ചോളൂ, അടുത്ത എക്സാമിന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സമയം ചർച്ച ചെയ്തത് 7 എണ്ണമാണ് അല്ലേ? എത്ര എണ്ണം പറഞ്ഞത്? 12 എണ്ണമുണ്ട്. അടുത്തത് അതിനെക്കാട്ടിയും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. ഇതൊരു സെയിങ് ആണ്, ഇതൊരു പ്രോവർബാണ് അല്ലേ? യുദ്ധത്തിലും പ്രണയത്തിലും അത് സ്വാഭാവികമാണ്, അങ്ങനെ പറയാറുണ്ട്. യുദ്ധത്തിലും പ്രണയത്തിലും അത് സ്വാഭാവികമാണ്. അതാണ് ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. When people are in love or involved in war, they made do things that would normally be unfair or unacceptable in order to achieve their goal. ലക്ഷ്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക. അങ്ങനെ വരുമ്പോൾ യുദ്ധത്തിലും അതുപോലെ തന്നെ പ്രണയത്തിലും അത് സ്വാഭാവികമാണ് എന്ന് പറയാറുണ്ട്. The two candidates tried every legal way to win the election. ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നിയമപരമായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി. യെസ്, പീപ്പിൾ കമന്റഡ്. അതിനെക്കുറിച്ച് ആളുകൾ അഭിപ്രായം പറഞ്ഞു. വാട്ട്? എന്താ പറഞ്ഞത്? ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ബേക്കേഴ്സ് ഡസൻ എന്നതുപോലെ തന്നെ, കോൾ ദ ഷോട്ട്സ് എന്നതുപോലെ തന്നെ. ദെൻ ദേ കെപ്റ്റ് ദെയർ ഗെയിം പ്ലാൻ സീക്രട്ട് അണ്ടിൽ ദ ഫൈനൽ മാച്ച്.
മത്സരത്തിൻ്റെ അവസാനം വരെ അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് അവരെന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ എന്നാ പറയാം. ഇതും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സുപരിചിതമായ സാധനമാണ്. SCERT 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറി 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ദെൻ 10th ലെവൽ എക്സാം, എല്ലാത്തിനും നമ്മളോട് ചോദിക്കുന്ന മെയിൻ പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന സാധനം റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. മിന്നൽ പ്രളയം, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കേൾക്കുന്ന മിന്നൽ പ്രളയം അല്ലേ? യെസ്, കാലാവസ്ഥാ പ്രവചനം. കോരിച്ചൊരിയുന്ന മഴ, തീവ്ര മഴ എന്നതിന് നമ്മൾ പറയുന്നതാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇത് കുട്ടികൾക്ക് സുപരിചിതമാണ്. ബേക്കേഴ്സ് ഡസനെ പോലെ തന്നെ സുപരിചിതമാണ്. ഓൾ ഈസ് ഫെയറിൽ ലവ് ആൻഡ് വാർ എന്നതുപോലെ തന്നെ സുപരിചിതമാണ്. ഇറ്റ് ഈസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, സോ ഡോണ്ട് ഫർഗെറ്റ് യുവർ അംബ്രേല അല്ലെ? ഫർഗെറ്റ് യുവർ അംബ്രേല. മഴ വളരെ ശക്തമായി പെയ്യാൻ സാധ്യതയുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്, കൊടയെടുക്കാൻ മറക്കരുത്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് മീൻസ് ഹെവി റെയിൻ. ഇതിന് പ്രത്യേകം എന്താ അറിയോ? മലയാളത്തിലും ചോദിക്കാം, ഇംഗ്ലീഷിലും ചോദിക്കാം. അത് LP UP ആയാലും അതെ, കേരള PSCയുടെ പരീക്ഷ ആയാലും പോലീസ് കോൺസ്റ്റബിൾ ആയാലും എല്ലാത്തിലും മലയാള സെക്ഷൻ നമുക്ക് വരാം. ഇംഗ്ലീഷ് നേരെ കൺവേർട്ട് ചെയ്യാം മീഡിയം. മൈ ബ്രദർ ഹാഡ് ഇറ്റ് ടു ക്യാൻസൽ ദ ജേർണി ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ സഹോദരനെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദഫലമായി ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദഫലമായിട്ട് ഭൂതകാലത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് ഹാഡ് ടു. ഹാഡ് ടു പ്ലസ് V1 ആണ്, ഒരു ക്രിയയുടെ V1 വരിക. അതെന്താ സാഹചര്യത്തിന് സമ്മർദ്ദഫലമായി ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? ഇറ്റ് വാസ് റെയിനിങ്, മഴ പെയ്യുകയായിരുന്നു. അത് ഭൂതകാലത്തിലെ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ ഏത് ഓക്സിലറി വെർബ് ഉപയോഗിച്ചത്? ഹാഡ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. മഴ ശക്തമായി പെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് എന്ത് ചെയ്തു? മൈ ബ്രദർ ഹാഡ് ഇറ്റ് ടു ക്യാൻസൽ. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ് എന്നായിരുന്നുവെങ്കിലോ? ഇറ്റ് ഈസ് റെയിനിങ് എന്നായിരുന്നു എങ്കിൽ, വാചകം ഇറ്റ് ഈസ് റെയിനിങ് എന്നായിരുന്നു എങ്കിൽ മൈ ബ്രദർ ഹാസ് ടു ക്യാൻസൽ എന്നായി പറയും. മൈ ബ്രദർ ഹാസ് ടു ക്യാൻസൽ, ഹാസ് ടു പ്ലസ് V1. അങ്ങനെയാണെങ്കിൽ മൈ ബ്രദേഴ്സ് എന്നാ വന്നിരുന്നെങ്കിലോ? മൈ ബ്രദേഴ്സ് എന്നായിരുന്നു എങ്കിൽ ആൻസർ വിൽ ബി ഹാവ് ഇറ്റ് ടു എന്നായി മാറും. എപ്പോഴാ ഹാവ് ഇറ്റ് ടു എന്ന ഹാസ് ടു എന്നായി മാറുക? ആ വാചകം ഇറ്റ് ഈസ് റെയിനിങ് എന്നായിരുന്നു എങ്കിൽ. പക്ഷെ ഇവിടെ എന്താ തോന്നുന്നത്? ഇറ്റ് വാസ് റെയിനിങ് എന്നാണ്. സോ സെന്റൻസ് ബിക്കംസ് പാസ്റ്റ്, എന്തായി മാറുന്നു? ഭൂതകാലമായി മാറും. അപ്പൊ ഹാഡ് ഇറ്റ് ടു എന്നാണ് ഉപയോഗിക്കുക. 10ാമത്തെ എന്താ? ടേൺ എ ബ്ലൈൻഡ് ഐസ്. ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ പ്രതികരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ നേരെ കണ്ണടക്കും. മലയാളത്തിൽ പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്നാണ്. പല കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യില്ല, പ്രതികരിക്കില്ല. സാഹചര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നിശബ്ദരായിരിക്കും. ടേൺ എ ബ്ലൈൻഡ് ഐസ്, കണ്ണടയ്ക്കുക എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ആണ് കേട്ടോ. പക്ഷെ NCERT 10th സ്റ്റാൻഡേർഡ്. ടു ഇഗ്നോർ സിറ്റുവേഷൻ, ഫാക്ട്സ്, റിയാലിറ്റി. കണ്ട, വസ്തുതകൾക്ക് നേരെ കണ്ണടക്കുക, യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുക. യെസ്, അതിൽ വരുന്ന ദ മാനേജർ ടേൺഡ് എ ബ്ലൈൻഡ് ഐ ടു ദ എംപ്ലോയീസ് റിപ്പീറ്റഡ് മിസ്റ്റേക്സ്. തൊഴിലാളി നിരന്തരം പിഴവുകൾ വരുത്തിയപ്പോൾ മാനേജർ എന്ത് ചെയ്തു? നിശബ്ദനായിരുന്നു. പോട്ടെ, സാരമില്ല, പിന്നീടത് കറക്റ്റ് ചെയ്യാം. വി ഷുഡ് നോട്ട് ടേൺ ബ്ലൈൻഡ് ഐ ടു ബുള്ളിങ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നിനെതിരെയും കണ്ണടക്കാൻ പാടില്ല. തെമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. യെസ്, സോ ടേൺ എ ബ്ലൈൻഡ് ഐസ് എന്നാണ്. 10ാമത്തതും PYQ ആണ്. ബറി ദ ഹാച്ചിറ്റ് എന്നാണ്. ബറി ദ ഹാച്ചിറ്റ്. ടു സ്റ്റോപ്പ് കോൺഫ്ലിക്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക? നിലവിലുള്ള കലഹം ഇല്ലാതാക്കുക, രമ്യമായി പരിഹരിക്കുക, സൗഹൃദത്തിലാവുക, നേരത്തെ ഉണ്ടായിരുന്ന വഴക്ക് ഇല്ലായ്മ ചെയ്യുക. യെസ്, ലെറ്റസ് ബറി ദ ഹാച്ചിറ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ശത്രുതകളും മറന്ന് മുന്നോട്ടേക്ക് പോകാം. ഇറ്റ് ഈസ് ടൈം ടു ബറി ദ ഹാച്ചിറ്റ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം, ഓർ ഇറ്റ്സ് ടൈം, അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലെ? ഇങ്ങനെ അപ്പോസ്ട്രോഫി ഇട്ടിട്ടും എഴുതാം. അപ്പോസ്ട്രോഫി ഇട്ടാലാണ് അതെന്ത് വായിക്കുക? ഇറ്റ് ഈസ് എന്ന് വായിക്കുക. ഇറ്റ് എന്ന് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി ഇട്ടാൽ കുട്ടികളെ ഇറ്റ് ഈസ്, അല്ലെ നമ്മൾ എന്ത് വായിക്കും? ഇറ്റ് ഹാസ് എന്ന് വായിക്കും. ഇറ്റ് ഹാസ്. അപ്പൊ ഇറ്റ് ഈസ് ടൈം,
അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം, ഇറ്റ്സ് ഹൈ ടൈം. ഇറ്റ്സ് ഹൈ ടൈം എന്നോ ഇറ്റ്സ് ടൈം എന്നോ കഴിഞ്ഞിട്ട് ഇപ്രകാരം വന്നാൽ, ഏത് വന്നാൽ, ടു എന്ന് വന്നാൽ അതിനുശേഷം ക്രിയയുടെ V1 ഉപയോഗിക്കാം. ഇറ്റ്സ് ടൈം ടു ബറി ദ ഹാച്ചിറ്റ്. എന്നാൽ ഇറ്റ്സ് ടൈം എന്നോ ഇറ്റ്സ് ഹൈ ടൈം എന്നോ കഴിഞ്ഞ് ഒരു പ്രൊനൗൺ വരുന്നുണ്ടെങ്കിൽ, യെസ്, ഇറ്റ്സ് ടൈം, വി എന്നോ ദേ എന്നൊക്കെ വരികയാണെങ്കിൽ അതിനുശേഷം പിന്നീട് ഉപയോഗിക്കുക ഒരു ക്രിയയുടെ V2 ആണ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ടൈം വി സ്റ്റാർട്ടഡ് അവർ വർക്ക് എന്നാണ്. ഇറ്റ് ഈസ് ടൈം വി സ്റ്റാർട്ടഡ് അവർ വർക്ക്. എന്നാൽ ഇവിടെ എന്തില്ല, അതുപോലെ ഒരു പ്രൊനൗൺ വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഉപയോഗിക്കുക ഒരു ക്രിയയുടെ V1 ആണ്. ഇറ്റ്സ് ടൈം പ്ലസ് 2 പ്ലസ് V1. അടുത്ത് നോക്കൂ, കാറ്റ് ഗോട്ട് യുവർ ടങ്. നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കുറേ സമയം സംസാരിക്കും, പിന്നെ കുറച്ച് നേരം നിശബ്ദനാവും, അല്ലേ? നമ്മൾ ചോദിക്കും, മിണ്ടാട്ടം മുട്ടിയോ, സംസാരം കാണുന്നില്ലല്ലോ, അല്ലേ? ഗോവിന്ദൻകുട്ടി, ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. മോഹൻലാൽ പറഞ്ഞതുപോലെ, ഏതിൽ, 6-ാം തമ്പുരാനിൽ പറഞ്ഞ പോലെ, മിണ്ടാട്ടം മുട്ടി, ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല, അല്ലേ? യെസ്, കാറ്റ് ഗോട്ട് യുവർ ടങ്. ആസ്ക്ഡ് ടു എ പേഴ്സൺ ഹൂ ഈസ് അറ്റ് എ ലോസ് ഓഫ് വേർഡ്സ്. വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ സംസാരിക്കാതിരിക്കും, നിശബ്ദനാകും. അപ്പൊ അതിന് നമ്മൾ പറയുന്ന ഇഡിയം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. വെൻ ദ ടീച്ചർ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ, അവനോട് അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഹീ സ്റ്റേയ്ഡ് സൈലന്റ്, അവൻ നിശബ്ദനായിരുന്നു. അപ്പൊ അധ്യാപകൻ ചോദിച്ചു, എന്തേ സംസാരിക്കത്, അല്ലെ? കാറ്റ് ഗോട്ട് യുവർ ടങ്, ദ ടീച്ചർ ആസ്ക്ഡ്. എന്താണ് സംസാരിക്കാത്തത്? യെസ്, കാറ്റ് ഗോട്ട് യുവർ ടങ്, യു വെയർ വെരി ടോക്കറ്റീവ് എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് സമയം മുൻപ് വരെ നീ ഭയങ്കര വാചാലനായിരുന്നു, അല്ലെ? ടോക്കറ്റീവ്, നീ വാചാലനായിരുന്നു, ഇപ്പൊ എന്തേ സംസാരം നിന്നുപോയത്? അങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അതിന് പറയുന്ന ഇഡിയമാണ് കാറ്റ് ഗോട്ട് യുവർ ടങ്. അപ്പൊ 12 ഇഡിയംസ് ആണ് എവിടെയുള്ളത്? NCERT 10th സ്റ്റാൻഡേർഡിന്റെ പുസ്തകത്തിലുള്ളത്. ആ 12 ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെക്ഷൻ എന്താ? പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട സാധനം. അതാണ് വെറൈറ്റി ആയ ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ള കാരണം. നോക്കൂ, സാധാരണ നമുക്ക് ഒരു ചോദ്യം തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനും പാസീവ് തന്നിട്ട് ആക്റ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറയും. പക്ഷേ NCERT പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ശ്രദ്ധിക്കൂ. യൂസ് ദ വേർഡ്സ് ഗിവൺ ബിലോ ആൻഡ് ഫ്രെയിം സെന്റൻസ് യൂസിങ് ദ പാസീവ് ഫോം ഓഫ് ദ വേർഡ്സ് എന്നാണ്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? റൈസ്, ഇവിടെ സബ്ജക്റ്റ് ആണ്, പ്ലസ് വേർബ് തന്നിട്ടുണ്ട്. അവിടെ തന്നിരിക്കുന്ന V1 ആണ്, കൾട്ടിവേറ്റ്. ദെൻ നെക്സ്റ്റ്, ഗംഗാ നദിക്ക് പറയുന്ന പേരാണ് ഗംഗ, പക്ഷേ ഗാഞ്ചിസ് എന്നും പറയാറുണ്ട്, അല്ലെ? ഗംഗാ നദിയെ വേറൊരു പേരിൽ കൂടി അഭിസംബോധന ചെയ്യാറുണ്ട്, ഗാഞ്ചിസ്. അപ്പൊ ഗാഞ്ചറ്റിക് വാലി ആൻഡ് കോസ്റ്റൽ റീജിയൻ എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? യെസ്, ആ വാചകത്തെ സിമ്പിൾ പ്രസന്റിൽ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലാകുമ്പോൾ ദ ഫോം ഓഫ് പാസീവ് വോയിസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് പാസീവ് വോയിസ്, ദ ഫോം ഓഫ് പാസീവ് വോയിസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V3. ഇവിടെ നമുക്ക് എന്താ തന്നെ റൈസും തന്നു. ഈ റൈസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. റൈസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. റൈസ് എന്നത് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് ഓക്സിലറി വെർബ് ഈസ് എന്നാണ്. അതിനുശേഷം ക്രിയയുടെ മൂന്നാമത്തെ രൂപം കൾട്ടിവേറ്റഡ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ തന്നതിൽ സ്ലാഷ് ഇട്ടിട്ട് തന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ ഓപ്ഷൻസ് എന്ന് കണ്ടെത്തണം. ഇതാണ് NCERT പുസ്തകത്തിലുള്ളത്. യെസ്, അപ്പോൾ റൈസ് ഈസ് കൾട്ടിവേറ്റഡ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആറ്, വാസ്, വേറെ പ്ലസ് V3. സോ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഈ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് അവിടെ ഉദാഹരണമായിട്ട്. രണ്ടാമത് നിങ്ങളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാചകത്തെ പാസീവ് വോയിസിലേക്ക് മാറ്റണത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള പാസീവ് വോയിസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു നോക്കണം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നാണ്. വളരെ എളുപ്പമാണ് ആ ടെക്സ്റ്റ് ബുക്കിലെ മാതൃക. ഇവിടെ നോക്കൂ, ദി
ഡോക്യുമെന്റ്സ് എന്നാണ്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചാൽ ഡോക്യുമെന്റ്സ് എന്നത് പ്ലൂറലാണ്, രേഖകൾ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും സിംഗുലർ സബ്ജക്റ്റ് നീഡ്സ് സിംഗുലർ ഓക്സിലറി വേർബ് നമ്മൾ ഏതെടുക്കും? ഹാവ് എന്നെടുക്കും. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം ബീൻ എന്ന് ചേർക്കും. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ഈസ് യൂസ്ഡ്, അത് സൈൻഡ് എന്നാണ്, V3. അപ്പൊ ആൻസർ ദ ഡോക്യുമെന്റ്സ് ഹാവ് ബീൻ സൈൻഡ് ബൈ ദ പ്രിൻസിപ്പൽ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എന്താ തന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അതിന് എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള പാസീവ് വോയിസിനെ കൺവേർട്ട് ചെയ്യാൻ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, നേരത്തെ സിമ്പിൾ പ്രസന്റിലാവുമ്പോൾ നമ്മൾ ഈസ് ആമോ ഉപയോഗിച്ചു. ദെൻ അതിനെ നേരെ കൺവേർട്ട് ചെയ്താൽ സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3. ഇപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു മോണ്യുമെന്റ് ആണ് തന്നിരിക്കുന്നത്, അല്ലെ? ഒരു സ്മാരകത്തിന്റെ പേരാണ്. ഏതാ? ദ താജ്മഹൽ എന്നാണ്. അപ്പൊ മോണ്യുമെന്റ്സിന്റെ പേര് പറയുമ്പോൾ നമ്മൾ അതിന്റെ മുമ്പിൽ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കും? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. സോ ദി താജ്മഹൽ, അല്ലെ? ശരിക്കും താജ്മഹൽ എന്ന് പറയില്ല, താജ്മഹൽ എന്നാണ് പറയുക. ബിൽട്ട്, വാസ് ബിൽട്ട്, ബിൽഡ് BUILD. ദെൻ പാസ്റ്റ് ഫോം ബിൽറ്റ് എന്നാണ്. പാസ്റ്റ് പഠിച്ചപ്പോഴും ബിൽറ്റ് എന്നാണ്. ബിൽറ്റ്. ദ താജ്മഹൽ വാസ് ബിൽറ്റ് ബൈ ഷാജഹാൻ എന്നാണ്. അടുത്ത നിങ്ങളോട് പറഞ്ഞ എന്താ? വീണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. പക്ഷെ അവിടുത്തെ പ്രത്യേകത റൈസ് ഈസ് കൾട്ടിവേറ്റഡ്, അല്ലെ? എന്നാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? മലേറിയ വൈറസ്, മലമ്പനി പരത്തുന്ന രോഗമാണോ? മലേറിയ വൈറസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചാൽ വൈറസ് എന്നത് സിംഗുലർ ആണ്, അല്ലെ? യെസ്. അപ്പോൾ സ്വാഭാവികമായും ട്രാൻസ്മിറ്റ് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദ മലേറിയ വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ എനോഫിലിസ് മോസ്കിറ്റോസ് എന്നാണ്. അപ്പോൾ വാചകത്തിൽ വരുമ്പോൾ ദ മലേറിയ വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഇവിടുത്തെ പ്രത്യേകം എന്താ? ട്രാൻസ്മിറ്റ് എന്നതിൽ ഒരു ടി മാത്രമേ ഉണ്ടാവൂ. അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്കും പാസ്റ്റിലേക്കും മാറ്റുമ്പോൾ എത്ര ടി വരും? 2 ടി വരും. ഇതേപോലെ വരുന്ന വേറൊരു വേർഡാണ് സ്റ്റാപ്പ് എന്നത്. സ്റ്റാപ്പ് എന്നതിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്റ്റാപ്ഡ് എന്നാണ്. STABBED. പാസ്റ്റ് പാർട്ടിസിപ്പിളും STABBED. യെസ്. അടുത്തത് അഞ്ചാമത്തത് എന്താ? അഞ്ചാമത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒന്നാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള കൺവേർട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞു ഹാസ് ബീൻ എന്നോ ഹാവ് ബീൻ എന്നോ നമ്മൾ ചേർക്കും. അപ്പൊ ആൻസർ വരുമ്പോൾ ദ കേസ് എന്നത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഫോമാണ് കേസസ് എന്നത്. അതിനെ നമ്മൾ മാറ്റുമ്പോൾ ഹാസ് ബീൻ അറസ്റ്റഡ്, അല്ലെ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 2 എണ്ണത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അന്നേരം നമ്മൾ എടുക്കുക ഹാസ് ബീൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബൈ ദ പോലീസ് എന്ന് തന്നു. രണ്ടാമത്തത് 2 persons, അന്നേരം ഹാസ് എന്തായി മാറും? ഹാവ് ആയി മാറും. അപ്പൊ ഹാവ് ബീൻ അറസ്റ്റഡ്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഏതിലുള്ളത്? പാസീവ് വോയിസിലെ സെക്ഷൻ NCERT പുസ്തകത്തിൽ പറയുന്നത്. മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ വൊക്കാബുലറിയിലേക്ക് കിടക്കുകയാണ്. വൊക്കാബുലറിയിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം മാറിയ 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയുണ്ട്. മാച്ച് ദ സൗണ്ട്സ് ഇൻ കോളം A വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം കോളം B. ഇവിടെ നമുക്ക് കുറേ വാക്കുകൾ തന്നു. ഷഫിളിംഗ്, സ്ട്രൈക്കിംഗ്, പഫിംഗ്, ക്ലാങ്കിങ്, സൈയിങ്, പിന്നെ റസ്ലിംഗ്, ഹാങ്ങിങ്, ഗേഗ്ലിംഗ്, അതുപോലെ തന്നെ ഹൗളിംഗ്. അതിന് നേരെ ക്രമം തെറ്റിച്ചിട്ടാണ് എന്ത് തന്നിട്ടുള്ളത്? വാക്കുകൾ തന്നിട്ടുള്ളത്. ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആക്കണം. ഇത് ബൈഹാർട്ട് ചെയ്യൽ മാത്രമേ രക്ഷയുള്ളൂ. പുഴയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ, ഒരു തോട്ടിലൂടെ വെള്ളം ഒഴുകുമ്പോൾ, കല്ലിനൊക്കെ തട്ടുമ്പോൾ അല്ലെങ്കിൽ ആ ഒഴുക്കിന് ഒരു ശബ്ദം ഉണ്ടാവും. കാറ്റ് വീശുമ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാവും. വാതിലടക്കുമ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാവും. ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിനൊരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദത്തെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ആ ആൻസേഴ്സ് നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. A എന്നത് മൂന്നാമത്തതാണ്. ഷഫ്ലിംഗ് ഓഫ് ഫീറ്റ്, സ്ട്രൈക്കിംഗ് ഓഫ് എ മാച്ച്, തീപ്പെട്ടി ഉരക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. പിന്നെയോ പഫിംഗ് ഓഫ് ആൻ എഞ്ചിൻ, തീവണ്ടിയുടെ ഒക്കെ എഞ്ചിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ പുക തുപ്പിക്കൊണ്ട് ഒരു ശബ്ദം ഉണ്ടാകും. യെസ്. ക്ലാങ്കിങ് ഓഫ് ചെയിൻസ്, ചങ്ങലകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവും. യെസ്. അങ്ങനെയാണെങ്കിൽ സൈയിങ് ഓഫ് ദ വിൻഡ്, കാറ്റ് വീശുമ്പോൾ കാറ്റ് വരുന്ന ആ ഒരു ശബ്ദം.
യെസ്, നോക്കൂ, ബാങ്കിങ് ഓഫ് ദ ഡോർ, വാതിലടക്കുമ്പോൾ അതിനൊരു ശബ്ദമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ നോട്ടിലേക്ക് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക, ലേൺ ബൈ ഹാർട്ട്സ്. അടുത്ത നമ്മൾ സിനണിയുമായി ബന്ധപ്പെട്ടതാണ്. സിനണിയുമായി ബന്ധപ്പെട്ട് വൊക്കാബുലറി നമ്മൾ പറയുമ്പോൾ ദ സിനണിംസ് ഫോർ ഈച്ച് വേർഡ് ആർ ഗിവൺ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട സാധന. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, സിനണിം തന്നു. ഒരു വാക്കിൻ്റെ സിനണിമാണ് തന്നിട്ടുള്ളത്. അതിൽ 3 അതിൻ്റെ സിനണിമായിരിക്കും. പര്യായ പദമായിരിക്കും, സമാനാർത്ഥ പദമായിരിക്കും, നാനാർത്ഥ പദമായിരിക്കും. പക്ഷേ അതിലൊന്ന് അതിൻ്റെ നെഗറ്റീവ് പറയുന്നതാണ്, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്, ആൻറ്റനിയുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷിയാണ്. സിനണിമും പഠിക്കാം, ആ വാക്കിൻ്റെ ഓപ്പോസിറ്റ് പഠിക്കാം. യെസ്, ഇവിടെ തന്നത് പ്രകാരം സോളം എന്ന വാക്കാണ്. സോളം എന്ന വാക്ക. ആ സോളം എന്ന വാക്കിൻ്റെ സിനണിമാണ് സീരിയസ് എന്നത്, ഗ്രേവ് എന്നത്, സ്റ്റേൺ എന്നത്. എന്നാൽ അതിൻ്റെ സിനണിം അല്ലാത്ത വേർഡാണ് റിഡിക്കുലസ് എന്നത്. റിഡിക്കുലസ് എന്ന വാക്ക് സ്പെല്ലിങ് ശ്രദ്ധിച്ചാൽ മതി. പരിഹാസം നിറഞ്ഞ, തമാശ നിറഞ്ഞ എന്നാണ്, ഗൗരവമില്ലാത്ത എന്നർത്ഥം വരുന്ന പദമാണ് റിഡിക്കുലസ് എന്ന വാക്ക്. അങ്ങനെയാണ് രണ്ടാമത്തെ വാക്ക് നമുക്ക് നോക്കാം. ഹോസ്റ്റൈൽ എന്നാണ്. ശത്രുത മനോഭാവമുള്ള എന്നാണ്. ശത്രുത മനോഭാവമുള്ള എന്ന് പറയുമ്പോൾ വെറുപ്പുള്ള, ഇഷ്ടമില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന എവേഴ്സ്, അൺഫ്രണ്ട്ലി, അൺറിസെപ്റ്റീവ്. അപ്പോൾ അതിൽ നമുക്ക് ഉത്തരം എഗ്രിയബിൾ എന്നാണ്, എല്ലാവരുമായി യോജിച്ചു പോകുന്ന. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ സാധനം. ബാക്കി 3 അതിൻ്റെ സിനണിമാണ്. ഇത് കുട്ടികൾ നിർബന്ധമായും ബൈഹാർട്ട് ചെയ്യുക. നമുക്ക് ഒരു വാക്കല്ല, ഒരു മാർക്കാണ്. ഒരു റാങ്കാണ്. അടുത്തത് ഹാർമോണിയസ് എന്ന വാക്കാണ്. ഹാർമോണിയസ് അതായത് സമാധാനപരമായ, സ്വരച്ചേർച്ചയുള്ള എന്നർത്ഥം വരുന്ന പദം. അങ്ങനെയുള്ളതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പീസ്ഫുൾ. അങ്ങനെയുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ക്വയറ്റ്, ശാന്തമായ, കം ആൻഡ് ക്വയറ്റ്സ്. സെറീൻ എന്ന വാക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്തത് ഓഡ് വൺ, സ്ട്രേഞ്ച് വൺ ഏതാണ്, വയലന്റ് എന്നാണ്. യെസ്, ആൻസർ വയലൻസ്. അടുത്തത് എട്രൗഷ്യസ് എന്നാണ്. എട്രൗഷ്യസ് എന്നാണ് ആ വാക്കിൻ്റെ ഉച്ചാരണം. എട്രൗഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, വളരെ രൗദ്രമായ, ആരുമായി യോജിച്ചു പോവാത്ത, ഭയാനകമായ, പേടിപ്പെടുത്തുന്ന എന്നൊക്കെയാണ് എട്രൗഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഭയാനകമായ, പേടിപ്പെടുത്തുന്ന എന്നൊക്കെയാണ്. യെസ്, അവിടെ നമുക്ക് യോജിക്കാത്തത് ഏത് മാത്രമേ ഉള്ളൂ, വണ്ടർഫുൾ എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ സിനണിമാണ്. അപ്പാളിങ് എന്നത്, അതുപോലെ തന്നെ ഓഫുൾ എന്നത്, ഡ്രെഡ്ഫുൾ എന്നത് അതിൻ്റെ സിനണിമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും അതുമായി മാച്ച് ചെയ്യാത്തതുമായ വേർഡാണ് വണ്ടർഫുൾ എന്നത്. 5 വേർഡാണ് അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സിനണിയുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾ നിങ്ങളുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. റൈറ്റ് എന്നതാണ്. റൈറ്റ് എന്നതിന് അവകാശം എന്നർത്ഥമുണ്ട്, ശരിയായ എന്നർത്ഥമുണ്ട്. റൈറ്റ് സൈഡ്, വലതുഭാഗം എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൽ യോജിക്കാത്തതാണ് നമ്മൾ എടുക്കേണ്ടത്. യെസ്, അപ്പം അവിടെ യോജിക്കുന്ന എന്നത് അപ്രോപ്രിയേറ്റ് എന്നത്, സ്യൂട്ടബിൾ എന്നത് പ്രോപ്പർ എന്നത്, എന്നാൽ യോജിക്കാത്ത ഓഡ് വൺ ആണ് അൺഫീലിംഗ് എന്നത്. അപ്പോൾ വൊക്കാബുലറി സെക്ഷനിൽ നമ്മൾ 2 ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി വൊക്കാബുലറി സെക്ഷനിൽ 3ാമത്തെ ഭാഗമാണ് കൺഫ്യൂസിങ് വേർഡ്സ്. അതായത് ഏകദേശം ഉച്ചാരണം ഒരേപോലെ ഉച്ചാരണം വരും, സ്പെല്ലിംഗ് വ്യത്യാസമായിരിക്കും, അർത്ഥവും വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള വേർഡ്സ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ 1ാമത്തെ കൊടുത്തത് ഒരു അഡ്ജക്റ്റീവാണ്, ആഡ്വേഴ്സ് എന്നാണ്. ആഡ്വേഴ്സ്, ADVERSE, ആഡ്വേഴ്സ്. മലയാളത്തിൽ എഴുതുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ചിലപ്പം കമ്പ്യൂട്ടർ കാണിക്കും നമുക്ക്, അതുകൊണ്ട് ചിലപ്പം അവിടെ അക്ഷരത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ആഡ്വേഴ്സ് എന്നാണ്. എന്താ ആഡ്വേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൺഫേവറബിൾ എന്നാണ്, അനുകൂലമല്ലാത്ത. ഹാംഫുൾ എന്നാണ്, ഒപ്പോസിങ് ഓർ ഡിഫിക്കൽട്ട് എന്നാണ്. അതാണ് നേരെ വിപരീതമായിട്ടുള്ളത്, ഗുണം ചെയ്യാത്തത്, അനുകൂലമല്ലാത്തത്. ദ ടീം ഫേസ്ഡ് ആഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ്. ടീം വളരെ അനുകൂലമല്ലാത്ത, പ്രതികൂലമായ കാലാവസ്ഥ നേരിടേണ്ടതായി വന്നു എന്നാണ്. ദ ടീം ഫേസ്ഡ് ആഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ്. ഇനി 2ാമത്തെ നമുക്ക് നോക്കാം. ഇതിലെന്തില്ല, ഒരക്ഷരം നേരത്തെ പറഞ്ഞില്ല, ഡി എന്നതില്ല. അന്നേരം ഏതാ വരിക? എവേഴ്സ് എന്നാണ് അല്ലെ. എവേഴ്സ്
എവേഴ്സ് എന്ന് എന്തുണ്ടാ? സ്ട്രോങ് ഫീലിംഗ് എഗനസ്റ്റ് എന്ന് ഉച്ചരിക്കാം, എഗെയിൻസ്റ്റ് എന്നും നമുക്ക് ഉച്ചരിക്കാം. യെസ്, അൺവില്ലിംഗ് എന്നാണ്. എഗെയിൻസ്റ്റ് ഓർ എഗനസ്റ്റ്, അൺവില്ലിംഗ് ഓർ ഓപ്പോസിറ്റ് ടു സംതിങ്. എക്സാമ്പിൾ എന്താ? ഹീ ഈസ് എവേഴ്സ് ടു സ്പോർട്സ് എന്നാണ്. അതായത് സ്പോർട്സിനോട് വിരക്തിയുള്ള എന്നാണ്, താല്പര്യമില്ലാത്ത എന്നാണ്, എതിർക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നോക്കുക, അഡ്വേഴ്സ് എന്നതും എവേഴ്സ് എന്നതും ഇത് PYQ ആണ്, ടെക്സ്റ്റ് ബുക്കുള്ളതാണ്. അടുത്ത എന്താ? അഡ്വൈസ് എന്നാണ്. രണ്ടും ഉച്ചാരണം ഒരേപോലെ വരുന്നു, പക്ഷെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം. ഒന്ന് വേർബാണ്, ഒന്ന് നൗണാണ്. ADVIC നമ്മൾ എല്ലാവരും അഡ്വൈസ് എന്നൊക്കെ പറയും, അഡ്വൈസ് അല്ല, അഡ്വൈസ് എന്നാണ് അല്ലേ? യെസ്. അപ്പൊ നോക്കുക, ഉച്ചാരണം വരുമ്പോൾ സജഷൻ ഓർ റെക്കമെൻഡേഷൻ എന്നാണ്, ഉപദേശം എന്നാണ്, മലയാളം പറഞ്ഞാൽ ഉപദേശം. ADVIC അഡ്വൈസ്, ഉപദേശം. ADVISE അഡ്വൈസ് വേർബാണ്. ടു ഗിവ് സജഷൻ എന്നാണ്, ഉപദേശിക്കുക എന്നാണ്, ഉപദേശിക്കുക. They gave the students good advice. Thank you for your advice. അല്ലെ? ഇതൊക്കെയാണ് ഏത്? ഉപദേശം എന്ന അർത്ഥത്തിൽ. ഇവിടെ രണ്ടിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. AD, താങ്കളുടെ ഉപദേശത്തിന് നന്ദി, താങ്കളുടെ ഉപദേശത്തിന് നന്ദി. അങ്ങനെയാണ് അടുത്ത എന്താ? ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യൻസ്. അല്ലെ? നമ്മൾ സാധാരണ അഡ്വൈസ്ഡ് തന്നെ പറഞ്ഞു പോകും, ശരിക്കും എന്താ വേണ്ടത്? അഡ്വൈസ്ഡ് എന്നാണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യന്റ് ടു എക്സസൈസ് റെഗുലർലി. സ്ഥിരമായി വ്യായാമം ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചു എന്നാണ്. അടുത്ത ശ്രദ്ധിച്ചോളൂ. യെസ്, ആഫ്ലുവൻസ് എന്നാണ്. ആഫ്ലുവൻസ് എന്നാണ്, എഫ്ലുവൻസ് അല്ല, ആഫ്ലുവൻസ് എന്നാണ്. ഹാവിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് മണി, അതായത് റിച്ച് എന്നൊക്കെ നമ്മൾ പറയും, സമ്പന്നമായ, വില കൂടിയ എന്ന അർത്ഥം വരുന്ന പദമാണ്. ദ ഫാമിലി ലിവ്ഡ് ഇൻ ആഫ്ലുവൻസ് എന്നാണ്. വളരെ സമ്പന്നമായ രീതിയിലാണ് കുടുംബം ജീവിച്ചിരുന്നത് എന്നാണ്. അടുത്ത നോക്കാം നമുക്ക്. യെസ്, ഇവിടെ ഉച്ചാരണം വരുന്നത് ഇ എന്ന അക്ഷരത്തിന് ഇ എന്നല്ല ഉച്ചാരണം വരുന്നത്, എ എന്നാണ് ഉച്ചാരണം വരുന്നത്. അപ്പം എഫ്ലുവൻസ്, മറ്റത് അഫ്ലുവൻസ് എന്നാണെങ്കിൽ ഇത് എഫ്ലുവൻസ് എന്നാണ്. എന്താണ് എഫ്ലുവൻസ്? എ സബ്സ്റ്റൻസ് ദാറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് സംതിങ്. ഒഴുകുക, പുറത്തേക്ക് വരിക എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ്. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കണ്ടംനേറ്റഡ് ദ വാട്ടർ എന്നാണ്. അതായത് വ്യവസായശാലയിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കിവിടുന്ന മാലിന്യം എന്ത് ചെയ്തു? വെള്ളത്തെ മലിനപ്പെടുത്തി എന്നാണ്. യെസ്, ഇത് വില കൂടിയ എന്നാണെങ്കിൽ ഇത് ഒഴുക്കി വിടുക എന്നർത്ഥം വരുന്ന പദം. എന്ത്? ഒഴുകി വരിക, ഒഴുകിയെത്തുക എന്നർത്ഥം വരുന്ന പദം. പുറത്തേക്ക് വരിക, ബഹിർഗമിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പദം. അങ്ങനെയാണ് നോക്കിയേ. എല്യൂഷൻ എന്നാണ്. എല്യൂഡ് എന്ന വാക്കിൽ നിന്നാണ് ഈ നൗൺ ഫോം ഉണ്ടായത്. എ റെഫറൻസ് ഓർ ആൻ ഇൻഡയറക്റ്റ് റെഫറൻസ് ടു എ പേഴ്സൺ, ഇവന്റ്, ബുക്ക് ഓർ ഐഡിയ. ദ സ്പീച്ച് കണ്ടെയ്ൻഡ് ആൻഡ് പരോക്ഷ സൂചന എന്ന് പറയും. പരോക്ഷമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ, എന്നാൽ ചിലരെ അത് എന്ത് ചെയ്യും? ഉദ്ദേശിച്ചിട്ടായിരിക്കും. അങ്ങനെയുള്ളതിനാണ് പരോക്ഷ സൂചന. ദ സ്പീച്ച് കണ്ടെയ്ൻഡ് ആൻ അലൂഷൻ ടു ദ മഹാഭാരത. ആ പ്രസംഗത്തിൽ, ആ സംസാരത്തിൽ മഹാഭാരതത്തെക്കുറിച്ചുള്ള പരോക്ഷമായ ഒരു സൂചനയുണ്ട് എന്നാണ്. അങ്ങനെയാണ് നോക്കിയേ. ഇല്യൂഷൻ എന്നാണ്. മാജിക് ഇല്യൂഷൻ, നമ്മൾ മാന്ത്രിക വിദ്യയൊക്കെ കാണാറുണ്ട്, മെജീഷ്യൻസ് കാണിക്കുന്ന പരിപാടികൾ. അപ്പോൾ നോക്കും, മിറാഷ്, മരീചിക. നമ്മൾ റോഡിൻ്റെ മേലെയൊക്കെ വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നും, നല്ല വെയിലുള്ള സമയത്ത് അല്ലേ. മിറാഷ്, മിറാഷിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെച്ചോ. MIRAMIRAGE, മിറാഷ്, മരീചിക. മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അത് സ്പെല്ലിങ്ങും ചോദിക്കട്ടോ. അപ്പോൾ ഇല്യൂഷൻ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ ഓർ മാജിക് ട്രിക്ക്, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, യഥാർത്ഥത്തിൽ എവിടെയും കണ്ടിട്ടില്ല. It was illusion, the road was wet. റോഡ് നനഞ്ഞതായി തോന്നിയ അവസ്ഥ. യഥാർത്ഥത്തിൽ റോഡ് നനഞ്ഞിട്ടില്ല, പക്ഷേ റോഡ് നനഞ്ഞതായി തോന്നുന്നു. അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ. The mirage was an illusion. The mirage was an illusion. Yes, നോക്കൂ, വെറ്റ് നനവുള്ള എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡ്രൈ എന്നാണ്. വെറ്റ്, ഡ്രൈ. PYQ ആണ് കേട്ടോ. അടുത്ത നോക്കൂ, എല്യൂഡ്, അതൊരു വേർബാണ്. റഫർ, നോക്കൂ, ഇവിടെയാണ് നമ്മുടെ റാങ്ക് കിടക്കുന്നത്. എല്യൂഡ് +2 ആണ്. സീക്രട്ട് +ഓഫ്, ഇൻജൂറിയസ് +2. അങ്ങനെയാണെങ്കിൽ എല്യൂഡ് +2 ആണ്.
ഷീ എല്യൂഡഡ് ടു ഹെർ ചൈൽഡ് ഇൻ ദി ഇൻ്റർവ്യൂ. തൻ്റെ കുട്ടിയെക്കുറിച്ച് എന്ത് ചെയ്തു? റഫർ ചെയ്തു, പരോക്ഷമായി സൂചിപ്പിച്ചു അഭിമുഖത്തിൽ എന്നാണ്. അപ്പോൾ എല്യൂഡ് പ്ലസ് ടു ആണ്. എല്യൂഡ് അതിൻ്റെ പാസ്റ്റ് ഫോമാണ് എല്യൂഡഡ്. അടുത്തെന്താ? ഇല്യൂഡ് എന്നാണ്, എസ്കേപ്പ് എന്നാണ്. ദ തീഫ് ഇല്യൂഡഡ് ദ പോലീസ് എന്നാണ്. പോലീസിൽ നിന്നും വഴുതി മാറി, ഒഴിഞ്ഞു മാറി, പോലീസിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്ന അർത്ഥത്തിലാണ് ഏതുപയോഗിക്കുക? ഇല്യൂഡ് എന്നത്. സോ NCERTയിലെ എല്ലാ കണ്ടന്റും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എയ്സ് നിങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവരണാത്മകമായ വീഡിയോസ് ലഭിക്കാൻ എയ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഏറ്റവും പുതിയ LP UP LDC നിങ്ങൾക്കറിയാം, മുൻവർഷങ്ങളിലെ റാങ്കുകളെല്ലാം കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ സർക്കാർ സർവീസിലും 10,000 ഉദ്യോഗാർത്ഥികൾ എത്തിച്ച സ്ഥാപനമാണ് എയ്സ്. എയ്സിൻ്റെ വിജയരഥത്തിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? സഞ്ചരിക്കാം. പുതിയ LP UP LDC ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും അഡ്മിഷൻ എടുക്കുക. വിജയാശംസകൾ. 2027 എന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യവർഷമാവട്ടെ എന്ന് എയ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.